എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. അനിഴം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒക്ടോബർ 2025 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. അനിഴം നക്ഷത്രക്കാരുടെ ഒക്ടോബർ 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Queen of Swords, 7 of Swords, 6 of Pentacles, Full Energy, 6 of Cups and 5 of Swords. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം സുഖദുഃഖ സമ്മിശ്രമായിട്ടുള്ളൊരു സാഹചര്യമാണ്. അപ്പോൾ ഇതിലേക്ക് കടക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ ക്യൂൻ ഓഫ് സോട്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് സ്വന്തം കാലിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പല കാരണങ്ങൾ കൊണ്ട് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാതിരുന്ന, ഇപ്പോൾ ജോലി ഇല്ലാത്തതോ പല കാരണങ്ങൾ കൊണ്ടാവാം, അങ്ങനെയുള്ള ഒരു സ്വയം പര്യാപ്തത നേടുന്ന ഒരു സമയമാണ് ഈ ഒരു മാസം എന്ന് പറയാം. അപ്പോൾ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റാത്ത എന്ന് പറയുന്നതിനൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ജോലി ഉണ്ടാകാം, പക്ഷേ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലായിരിക്കും നിൽക്കുന്നത്, പക്ഷേ കുടുംബത്തിലെ അന്തരീക്ഷം അത്ര നല്ലതായിരിക്കില്ല. ഒരു പക്ഷേ കൂട്ടുകുടുംബമായിരിക്കാം, അല്ലെങ്കിൽ പാരൻസിൻ്റെ കൂടെ ആയിരിക്കാം. എന്ത് സാഹചര്യമാണെങ്കിലും അവിടെ നിന്നുള്ള ഒരു എനർജി എന്ന് പറയുന്നത് ഒരു നിങ്ങളുടെ ഫാമിലിയിലെ സിറ്റുവേഷൻ, ചിലപ്പോൾ പാരൻസ് അല്ലെങ്കിൽ ഇൻലോസ് വിവാഹിതരായിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെയോ വൈഫിൻ്റെയോ പാരൻസ് ആയിരിക്കാം. അവരുടെ ഭാഗത്തു നിന്ന് നിങ്ങളെ വേറൊരു പുച്ഛത്തോടു കൂടി അവരുടെ വീട്ടിലാണ് നിൽക്കുന്നത് എന്നുള്ളത് ഒരു ചിന്ത അല്ലെങ്കിൽ ആ ഒരു ഫീലിംഗ് എപ്പോഴും നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. പക്ഷേ വേറൊരു വീടെടുത്ത് മാറാനുള്ള സാഹചര്യം ഇല്ല എന്നുള്ളത് നിങ്ങൾ സ്വയം നിങ്ങളിൽ തോന്നിക്കുന്ന ഒരു സാഹചര്യമാവാം. പക്ഷേ പലരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എത്രയാണോ ഉള്ളത് അതിനനുസരിച്ചിട്ടുള്ളൊരു വീട് എന്നുള്ളത്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിലേക്ക് നോക്കുന്നതോ അല്ലെങ്കിൽ അതിനനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യമാവാം. ഇപ്പോൾ ഒരു ഒറ്റമുറിയാണെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നതിനനുസരിച്ചിട്ടാണ്. അപ്പോൾ സ്വയം പര്യാപ്തം എന്ന് പറയുന്നത് പലരെയും സംബന്ധിച്ചിടത്തോളം പറ്റുന്ന കാര്യമാണ്, പക്ഷെ അതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം കുറച്ചുകൂടി ലക്ഷറി ആയിട്ട് ജീവിക്കാനുള്ള ഒരു അവസരം, അതിൻ്റെ പുറത്ത് നാട്ടുകാരെന്ത് ചിന്തിക്കും എന്നുള്ള രീതിയിലേക്കുള്ള ചിന്തകളൊക്കെ ആവാം. അപ്പോൾ അതുകൊണ്ടാണ് ജോലി എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ സ്വയം ഒറ്റയ്ക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടിരിക്കുന്നു എന്നുള്ളൊരു ചിന്തയിലേക്ക് വരുന്നു എന്നുള്ളത് തീരുമാനിക്കുന്നു. അപ്പോൾ ഫൈനലി നിങ്ങളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ വലിയ ആഡംബരങ്ങളും കാര്യങ്ങളും ഇല്ല, അല്ലെങ്കിൽ ഈവൻ ഒരു ഒറ്റ മുറിയുള്ളൊരു വീട്ട് പോലും ആണെങ്കിൽ പോലും നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടെ അധ്വാനം അല്ലെങ്കിൽ നിങ്ങളുടെ കാലിൽ നിൽക്കുന്നു എന്നുള്ളൊരു സിറ്റുവേഷനാണ്. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരാൻ ചില ആളുകളെ പ്രേരിപ്പിക്കുന്നൊരു സമയമാണ് ഈ ഒരു മാസം എന്നുള്ളതാണ്. കാരണം ഇവിടെ പല കാര്യങ്ങളും പറ്റില്ല എന്ന് ചിന്തിച്ചിട്ടുള്ളത് അത് പറ്റും എന്നുള്ള ചിന്തയിലേക്ക് വരുന്നതാണ്. ആത്മവിശ്വാസം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വളരെ നല്ലൊരു എനർജിയാണ്. ഇപ്പോൾ വിദ്യാഭ്യാസം വളരെ അല്ലെങ്കിൽ നല്ലൊരു പൊസിഷൻ, നല്ലൊരു ഇതിലേക്ക് കയറണം, നല്ലൊരു ജോലിയിലേക്ക് കയറണം എന്നുള്ളൊരു ചിന്തയോ അല്ലെങ്കിൽ ഇന്നൊരു കോഴ്സ് പഠിക്കണം, പക്ഷെ നിങ്ങൾ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നിരിക്കും, അപ്പോൾ എൻട്രൻസ് എഴുതുമ്പോൾ അതൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ ഒരു ആവറേജ് സ്റ്റുഡൻറ്റിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പോൾ എൻട്രൻസ് എഴുതുമ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ, നിങ്ങൾ അതിനു വേണ്ടി പരിശ്രമിച്ചാൽ തീർച്ചയായിട്ടും അതിന് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നല്ല മാർക്കോട് കൂടിയിട്ട് റാങ്കോട് കൂടിയിട്ട് എൻട്രൻസ് എക്സാം ക്ലിയർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങളൊരു ആവറേജ് സ്റ്റുഡൻറ്റോ അല്ലെങ്കിൽ നിങ്ങൾ +2 പഠിക്കുമ്പോൾ ഇത്ര മാർക്കേ കിട്ടിയിട്ടുള്ളൂ എന്നുള്ള ചിന്തയിലേക്ക് പോകാതെ ഇനി വരുന്ന കാര്യത്തിൽ എനിക്ക് പറ്റും എന്നുള്ളൊരു ചിന്തയിലേക്ക് നിങ്ങൾ പോകാൻ തുടങ്ങുകയാണ്. അപ്പോൾ പല ഇൻസ്പിറേഷൻസ് ഉണ്ട്, പല ആളുകൾ നിങ്ങൾക്ക് മുമ്പിലുണ്ട്. വളരെ ആവറേജോ അതിൽ താഴെയോ എക്സാമിൽ തോറ്റു പോയിട്ടുള്ള ആളുകളായിട്ട് പോലും നല്ലൊരു ഉയർച്ചയിലേക്ക് എത്തിയ ഒരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നുണ്ട് ആ ഒരു എനർജി. അപ്പോൾ അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് എന്നുള്ളത് കാണിക്കുന്നു. മാത്രമല്ല നിങ്ങൾ സ്വയം വിശ്വാസത്തോട് കൂടിയിട്ട് ചില ആളുകൾ സ്വന്തമായിട്ട് ബിസിനസ്സിന് നിങ്ങൾക്ക് വലിയൊരു കഴിവുണ്ട്, പക്ഷെ പലരും ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത് ചെറിയൊരു രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു കടയായിട്ടോ എന്തെങ്കിലുമൊക്കെ തുടങ്ങുന്നു എന്നതിലുപരി ഞാൻ വലിയൊരു ലെവലിലേക്ക് എത്തുമെന്നോ അതിനെനിക്ക് ശേഷിയുണ്ടെന്നോ ചിന്തിക്കാൻ
നിങ്ങൾ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ മറികടന്നിട്ട് നിങ്ങളിലുള്ളൊരു വിശ്വാസത്തിൽ നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ടേക്ക് ധൈര്യമായിട്ട് മുന്നേറുന്ന ഒരു എനർജിയാണ് ഈ ഒരു മാസത്തിൽ കാണിക്കുന്നത്. പല കാരണങ്ങൾ കൊണ്ടാവാം അത്. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി സാഹചര്യങ്ങളിൽ പല ആളുകൾ നിങ്ങളെ ചതിക്കുകയോ വഞ്ചിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും. നിങ്ങളുടെ ഫാമിലിയിൽ അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടാവും. ഇതിനു മുമ്പ് ബിസിനസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചതിവുകൾ പറ്റിയിട്ടുണ്ടാവും, ചിലപ്പോൾ പാർട്ട്ണർഷിപ്പിൽ പാർട്ട്ണറുടെ ഭാഗത്തുനിന്ന് പലതരത്തിലും. അപ്പോൾ ഇതിനെയൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ പലപ്പോഴായിട്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആകാം. പറ്റാത്തതല്ല, നിങ്ങൾ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത് ആ രീതിയിൽ അതിനെ നിങ്ങൾ മറികടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് കാലമാണ്, കഴിഞ്ഞു പോയ കാലമാണ്. കഴിഞ്ഞു പോയതിൽ ഇനി ചിന്തിച്ചിട്ട് കാര്യമില്ല, മുന്നോട്ടേക്ക് ധൈര്യമായിട്ട് പോവുക എന്നുള്ളൊരു ചിന്തയിലേക്ക് നിങ്ങൾ വരുന്നതായിട്ടുള്ളൊരു സൂചനയും ഇവിടെ തരുന്നുണ്ട്. ആ ഒരു എനർജി അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജി തന്നെയാണ് എന്നുള്ളത് കാണിക്കുന്നു. പിന്നെ പലരെ സംബന്ധിച്ച് നമ്മളെല്ലാവരും മനുഷ്യരാണ്. എന്തൊക്കെ സിറ്റുവേഷനിലൂടെ കടന്നു പോയി എന്ന് പറഞ്ഞാലും നമുക്ക് നമ്മളെക്കുറിച്ചിട്ട് സങ്കടങ്ങൾ വരുമ്പോഴും ഫ്യൂച്ചറിൽ ഭാവിയിലേക്ക് പല കാര്യങ്ങളും നല്ലത് സംഭവിക്കുമ്പോൾ പഴയ കാലത്തിൽ നമ്മൾ അനുഭവിച്ച സങ്കടങ്ങൾ മറന്നു പോവുകയും അതേ കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്നു. കാരണം ഇപ്പോൾ സിറ്റുവേഷൻസ് ചേഞ്ച് ആവുമ്പോൾ നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ മറക്കുകയും അതേ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് ചെയ്യാൻ പോവുകയും ചെയ്താൽ നമ്മളും ആ ഒരു എനർജിയിലേക്കാണ് വരുന്നത്. അപ്പോൾ പിന്നീട് മുന്നോട്ടേക്ക് അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ തകർച്ചയോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒരുപക്ഷെ നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ അതേ റോളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ മറ്റുള്ളവർ നമ്മളോട് ചെയ്ത് ഒരിക്കലും സങ്കടകരമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വേറൊരാളോട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. കാരണം ചില ആളുകൾ സാമ്പത്തികമായിട്ട് ഉയർച്ചയിലേക്ക് പോകുമ്പോൾ സ്വന്തം ഇതിലേക്ക് വളരെയധികം സെൽഫിഷ് ആവുകയും ഈ പറഞ്ഞ പോലെയുള്ള ചതി വഞ്ചനകൾ ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുമൊക്കെ സാധ്യതകൾ കാണിക്കുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് വന്നിട്ട് 6 ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു 6 ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ അടുത്തിടയ്ക്ക് ഇപ്പോൾ നിങ്ങളുടെ ഒരു പഴയ സുഹൃത്തിനെ വീണ്ടും കണ്ടുമുട്ടുന്നുണ്ട്. അപ്പോൾ കാലങ്ങൾക്ക് ശേഷം നിങ്ങളുടെ വളരെ അടുത്തൊരു സുഹൃത്ത് നിങ്ങളുടെ സ്കൂൾ കോളേജ് കാലഘട്ടത്തിലെ സുഹൃത്തിനെ വീണ്ടും കണ്ടുമുട്ടുക, സൗഹൃദം വീണ്ടും പുനരാരംഭിക്കുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നു. അതേപോലെ ചില ആളുകൾ കുടുംബമായിട്ട് ഒത്തുചേർന്നതാവാം. ഒത്തിരി വലിയ കുടുംബമാണെങ്കിൽ എല്ലാവരും ഒത്തുചേർന്നിട്ടുള്ള ഒരു ആഘോഷം, എന്തോ ഒരു ആഘോഷം നിങ്ങളുടെ ഫാമിലിയിൽ ഇപ്പോൾ ഗ്രാൻഡ് പാരൻസിൻ്റെ ആരുടെയെങ്കിലും സപ്തതിയോ അതുപോലെ എന്തെങ്കിലും ആഘോഷം, എല്ലാവരും ഒരുമിച്ച് ഫാമിലിയിലുള്ള എല്ലാവരും ഒത്തുചേരുന്ന, വിദേശത്തൊക്കെയുള്ള ആളുകളൊക്കെ ഒരുമിച്ച് ഒത്തുകൂടുന്ന ഒരു സാഹചര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ എന്തെങ്കിലും ഗെറ്റ് ടുഗെദർ കാര്യങ്ങളൊക്കെ പലരുടെയും ജീവിതത്തിൽ സാധ്യമാകുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു ഒക്ടോബർ മാസം എന്നുള്ളതും സൂചിപ്പിക്കുന്നു. നെക്സ്റ്റ് വന്നിട്ട് 6 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. 6 ഓഫ് കപ്സ് ആൻഡ് 6 ഓഫ് പെൻറ്റക്കിൾസ് എനർജി. അപ്പോൾ ലൈഫിൽ നല്ല ഒരു സൗഹാർദ്ദപരമായിട്ടുള്ള അന്തരീക്ഷമാണ്. മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾക്ക് സഹകരണവും സഹായവും, അതേപോലെ നിങ്ങളെക്കാൾ താഴ്ന്ന ആളുകളിലേക്ക് നിങ്ങൾ സഹകരണങ്ങൾ, അല്ലെങ്കിൽ ചില ആളുകളുടെ കയ്യിൽ ചില കാര്യങ്ങളുണ്ടാവും, അത് അവർ തന്ന് നിങ്ങളെ സഹായിക്കുന്നു. നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത് അത് വെച്ച് നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുന്നു. അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കുമുള്ള സഹകരണവും സഹകരണത്തോടു കൂടിയിട്ട് ജീവിതം മുന്നോട്ടേക്ക് പോകുന്ന ഒരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു അന്തരീക്ഷമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ മറ്റുള്ളവർ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ എനർജിയിൽ നെഗറ്റിവിറ്റീസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് മെഡിറ്റേഷൻ ചെയ്യാം. അതേപോലെ മറ്റുള്ളവരെ സഹായിക്കുന്നത് വളരെ നല്ലതാണ്. അന്നദാനം ചെയ്യുന്നത് നല്ലതാണ്. അന്നദാനം എന്ന് പറയുമ്പോൾ ക്ഷേത്രത്തിൽ അന്നദാനം ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങളായിട്ട് ഭക്ഷണം ഉണ്ടാക്കി മറ്റാർക്കെങ്കിലും അത് കൊടുക്കുന്നത്, ഒരു പൊതിച്ചോറാണെങ്കിലും കൊടുക്കുന്നത് നല്ലതാണ്. അതല്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചില ആളുകൾ കുറച്ചും അങ്ങനെയുള്ള കാര്യങ്ങൾ മാറി നിൽക്കുന്നുണ്ടാവും. അത് അവരുടെ ചെയ്യാൻ താല്പര്യമില്ലാഞ്ഞിട്ടായിരിക്കില്ല, അവർ ഇങ്ങനെ പുറത്തേക്ക് ഉൾവലിഞ്ഞ് നിൽക്കുന്ന ആളുകളായതുകൊണ്ടുമാവാം. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ കുറച്ച് എന്തെങ്കിലും ഭക്ഷണം എന്നും പുറത്ത് കിളികൾക്ക് വേണ്ടിയിട്ടോ മൃഗങ്ങൾക്ക് വെള്ളമോ അങ്ങനെയൊക്കെ വീടിന് പുറത്ത് എവിടെയെങ്കിലുമൊക്കെ വയ്ക്കുന്നത് നല്ലതായിരിക്കും. അതേപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് 5 ഓഫ് സോഡ്സ് എനർജി കണക്ഷൻസ് ആണ്. കോമ്പറ്റീഷനുള്ള സമയമാണ് ചുറ്റുപാടിനും. അപ്പോൾ നിങ്ങളുടെ ജോലി കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യാം. മറ്റുള്ളവരെന്ത് ചെയ്യുന്നു പറയുന്നതിലേക്ക് ശ്രദ്ധ കൊടുക്കാതെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി നിങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും
എന്തൊക്കെ മാറ്റങ്ങൾ ജീവിതത്തിൽ വരുത്തിയാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറാം, ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ളത് ശ്രദ്ധിക്കാം. ചുറ്റുപാടുമുള്ള ആളുകൾ എന്ത് ചെയ്തിട്ടും പലരും നിങ്ങൾക്ക് എതിരായിട്ട് ചെയ്യുന്നു എന്ന അറിവുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും, അങ്ങനെ ചെയ്യുന്നുണ്ടാവാം. പക്ഷേ നിങ്ങൾ കുറച്ച് സ്ട്രാറ്റജിക് ആയിട്ട്, അതായത് ഹാർഡ് വർക്ക് ചെയ്യുന്നതിൻ്റെ അപ്പുറത്തേക്ക് സ്മാർട്ട് വർക്ക് ചെയ്യാം. നിങ്ങൾ പ്രവൃത്തി ചെയ്യുന്നു എന്നുള്ളതിലല്ല കാര്യം, നിങ്ങൾ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങളുടെ മേലധികാരികളിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഉറപ്പുവരുത്തുക, ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ നീക്കുക. അപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നു. അല്ലാതെ മറ്റുള്ളവർക്കെതിരായിട്ടൊന്നും ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളതായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബിഗ് താങ്ക് യു.